അപ്പൊ നമുക്ക് കോൺഗ്രസിന്റെ ആലോചനാ യോഗത്തിലേക്ക് ഒന്ന് പോകാം അല്ലെ? വീണ്ടും സപ്തയിലേക്ക് ലക്ഷ്യം എങ്ങനെ പുരോഗമിക്കുന്നു എന്ന് നോക്കാം. യെസ്, അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ചില വിലയിരുത്തലുകൾ, ചില നിർദ്ദേശങ്ങൾ ഉണ്ടാകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുതിർന്ന നേതാക്കൾക്ക് ജില്ലകളുടെ ചുമതല നൽകാനാണ് നേതൃ ക്യാമ്പിലുള്ള തീരുമാനം. ഏറ്റവും കുറഞ്ഞത് 85 സീറ്റ് വിജയിക്കാനുള്ള രാഷ്ട്രീയ സാഹചര്യം നിലവിലുണ്ടെന്നാണ് കോൺഗ്രസ് നേതൃ ക്യാമ്പിലെ വിലയിരുത്തൽ. തെരഞ്ഞെടുപ്പിലേക്കുള്ള മാർഗരേഖ പ്രതിപക്ഷ നേതാവ് അവതരിപ്പിക്കും. വയനാട് സുൽത്താൻ ബത്തേരിയിൽ നടക്കുന്ന KPCCയുടെ ലക്ഷ്യ ലീഡേഴ്സ് സമ്മിറ്റ് ഇന്ന് സമാപിക്കും. യെസ്, മുഹമ്മദ് അസ്ലം വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകും. അസ്ലം, ഇന്ന് സമാപിക്കുകയാണ്. അതിനിടയിൽ തന്നെ വളരെ ചില തീരുമാനങ്ങൾ കൂടി, നിയമസഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി എങ്ങനെ മുന്നോട്ട് പോകണമെന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം, ഒപ്പം ഇന്ന് പ്രസക്തമാകുന്നത് നയരേഖ കൂടിയാണ്. എന്തൊക്കെ വിവരങ്ങൾ? രണ്ടു ദിവസം നടക്കുന്ന ക്യാമ്പിൽ നിന്നും ഏറ്റവും അവസാന ഔട്ട്കമായി പുറത്തു വരിക ഈ നയരേഖ സംബന്ധിച്ചുള്ള വാർത്തകൾ തന്നെയായിരിക്കും. അതായത് എങ്ങനെയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരുന്ന 3 മാസത്തേക്കുള്ള പ്രവർത്തനം എങ്ങനെയായിരിക്കുന്നതിനെ കുറിച്ചുള്ള കൃത്യമായ ഒരു കർമ്മരേഖയാണ് അവതരിപ്പിക്കുന്നത്. ആമുഖം KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ആയിരിക്കും അവതരിപ്പിക്കുക. അതേസമയം നയരേഖ കൃത്യപൂർണ്ണമായി തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശനായിരിക്കും അവതരിപ്പിക്കുക. അതിൽ നേരത്തെ ഇന്നലെ നടത്തിയ മേഖലാ തലത്തിൽ നടത്തിയ ചർച്ചയിൽ വന്ന വിലയിരുത്തലുകൾ, നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ കൂടി തന്നെ ക്രോഡീകരിച്ച അത് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് സംബന്ധിച്ചുള്ള കൃത്യമായ നയരേഖയായിരിക്കും ഉണ്ടാവുക. ഇന്നലെ തന്നെ മേഖലാ തലത്തിലുള്ള യോഗത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞത് 85 സീറ്റെങ്കിലും 85 വിജയിക്കാൻ ഉറപ്പുള്ള അവസ്ഥയിലേക്ക് പോയിട്ട് 100ന് മുകളിലേക്ക് സീറ്റുകൾ എണ്ണം കൂടുമെന്ന് തന്നെയാണ് പൊതുവായ വിലയിരുത്തലിലേക്ക് വന്നിരിക്കുന്നത്. അതിനെ ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കൂടി സുനിൽ കനകോലു തന്റെ റിപ്പോർട്ടായി തന്നെ അവതരിപ്പിച്ചു. ഏറ്റവും പ്രധാനമായി പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഭരണവിരുദ്ധ വികാരം കൃത്യമായി തന്നെ പ്രതിഫലിച്ചു. ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം UDFന് അനുകൂലമായി സംഭവിച്ചു. ഇത് രണ്ടുമാണ് ഏറ്റവും പ്രധാനമായും UDFന് അനുകൂലമായി മാറിയത്. അതേസമയം LDFന്റെ കേഡർ വോട്ടുകൾ അവിടെ തന്നെ ഉണ്ട് എന്നുള്ള കാര്യം കൂടി കനകൂല് ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു നയരേഖ അവതരണമായിരിക്കും ഉണ്ടാവുക. ഇന്നലെ ആദ്യഘട്ടത്തിൽ ഉദ്ഘാടന സെഷനായിരുന്നു, പിന്നീട് നേതാക്കളുടെ കൃത്യമായ വിശദീകരണങ്ങളായിരുന്നു, പിന്നെ മേഖലാതല അവലോകനം. അതിലാണ് ഈ വോട്ട് കണക്കല്ലെ സീറ്റുകളുടെ കണക്കുകളെ കുറിച്ചുള്ള ചർച്ചകളിലേക്ക് പോയത്. അതിനുശേഷം രാഷ്ട്രീയകാര്യ സമിതി ചേരുകയും സാഹചര്യം കൃത്യമായി വിലയിരുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നാണ് 2019 പോലെ അങ്ങനെ ആലസ്യത്തിലേക്ക് പോകാൻ കഴിയില്ല, കൃത്യമായ മുന്നൊരുക്കങ്ങൾ നടത്തണം. അതുകൊണ്ട് തന്നെ ജില്ലകളുടെ തെരഞ്ഞെടുപ്പിന്റെ ചുമതല മുതിർന്ന നേതാക്കൾ നൽകിക്കൊണ്ടുള്ള ഒരു കൃത്യമായ മുന്നോട്ട് പോക്ക് വേണം എന്നുള്ള കാര്യത്തിലേക്ക് വന്നിരിക്കും. എന്തായാലും ഇന്ന് രാവിലെ അല്പസമയത്ത് തന്നെ ചേരും. അതിലായിരിക്കും ഈ നയരേഖ അവതരിപ്പിക്കുക. അത് സംബന്ധിച്ചുള്ള ചർച്ചകൾക്ക് ശേഷമായിരിക്കും ഒരു ബത്തേരിയിലെ ഈ ഒരു ക്യാമ്പ് കഴിഞ്ഞ് തുടർന്ന് അങ്ങോട്ട് 3 മാസത്തെ തുടർച്ചയായ പ്രവർത്തനങ്ങളിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തിറക്കാനുള്ള ശ്രമങ്ങളിലേക്ക് മുന്നോട്ട് പോകുക. എന്തായാലും പലതരത്തിലുള്ള ചർച്ചകൾ മുന്നോട്ട്, പക്ഷേ സ്ഥാനാർത്ഥി നിർണ്ണയം സംബന്ധിച്ചുള്ള ഏതെങ്കിലും തരത്തിൽ അത്തരം ഒരു ഡീറ്റെയിലേക്കില്ല പോയില്ല. പകരം ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാകുന്നുള്ളത് ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്. അതിനെ മാത്രം നോക്കി അപ്പുറത്തേക്ക് ഭാവി കേരളത്തെക്കുറിച്ചുള്ള കൃത്യമായ ഒരു ചിത്രം സർക്കാർ ജനങ്ങൾക്ക് മുന്നിൽ വെച്ചുകൊണ്ട് കൂടുതൽ UDF സർക്കാരിലേക്ക് കൂടുതൽ പ്രതീക്ഷ നൽകുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുക എന്നൊരു രീതിയാണ് കോൺഗ്രസ് ആലോചിക്കുന്നത്. എന്തായാലും നയരേഖയിൽ ആ അർത്ഥത്തിലുള്ള ഭാവി കേരളത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടാവും. അതോടൊപ്പം തന്നെ പ്രവർത്തകർക്കുള്ള നിർദ്ദേശങ്ങളും കൂടി ഉണ്ടാവും. SIRന് ശേഷം നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ SIRൽ ഇപ്പോൾ നടക്കുന്ന പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് വോട്ട് ചേർക്കാനുള്ള പ്രവർത്തനങ്ങൾ അതീവ ഗൗരവത്തോടെ മുന്നോട്ട് പോകണമെന്നുള്ള നിർദ്ദേശം കൂടി രാഷ്ട്രീയകാര്യ സമിതിയിൽ നേതാക്കൾ നൽകിയിട്ടുണ്ട്. യെസ്, അപ്പോൾ മുതിർന്ന നേതാക്കൾക്ക് ചുമതല നൽകി തന്നെയായിരുന്നു നേരത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കും കോൺഗ്രസ് പോയത്. റിസൾട്ടും കണ്ടിരുന്നു. അതേ മാതൃകയിൽ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പും മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഏകദേശമൊക്കെ ഉരുത്തിരിഞ്ഞ ധാരണ എന്ന് മനസ്സിലാക്കുന്നു.